വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ മാംഗോ ഐസ്ക്രീം റെഡിയാക്കി എടുത്താലോ. ഈ മാങ്ങാക്കാലത്ത് ഇങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്തു നോക്കുമോ, കുട്ടികൾക്കും ഇഷ്ടമാവും, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ എക്സ്ട്രാ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താലും മതി. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്ത ശേഷം അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇതുപോലെ നല്ല തിക്കായിട്ട് തിളച്ച് വരുമ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാങ്ങ നല്ല പഴുത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെ എടുക്കണേ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ ആ ഒരു മിൽക്ക് മിക്സും കൂടെ തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് 2 മിനിറ്റ് നേരം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 8 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പക്ഷേ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാൻ അടിപൊളി ഐസ്ക്രീം. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്